Hello everybody, welcome to a brand new video on my channel, The Edit with Neeraja. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ അറ്റോമിക് ഹാബിറ്റ്സ് എന്ന ജെയിംസ് ക്ലിയർ എഴുതിയ ഒരു ബുക്കിനെ പറ്റിയിട്ടാണ് സംസാരിക്കാൻ പോണത്. ഈ ബുക്കിന്റെ സമ്മറി ഒന്നും അല്ല കേട്ടോ ഞാൻ തരാൻ പോണത്. പക്ഷേ ഈ ബുക്കിൽ പറയുന്ന കുറച്ച് പ്രാക്ടീസസ് ഉണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഇഫ് വി വോണ്ട് ടു ബ്രിങ് അബൌട്ട് എ പോസിറ്റീവ് ചേഞ്ച് എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ടാണ് പുള്ളി വളരെ കൺസൈസ് ആയിട്ടും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു രീതിയിൽ ഈ ബുക്കിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പം എന്തൊക്കെയാണ് ഈ ബുക്കിൽ പറയുന്ന കോൺസെപ്റ്റ്സ് എന്നുള്ളതും എങ്ങനെയാണ് നമുക്കിത് നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാൻ പറ്റുക എന്നുള്ളതുമാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ നിങ്ങൾ ഇവിടെ ആദ്യമാണെങ്കിൽ പ്ലീസ് കൺസിഡർ സബ്സ്ക്രൈബിംഗ് ടു മൈ ചാനൽ ആൻഡ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇത് ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഇത് ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അല്ലേ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആക്ച്വലി സംസാരിക്കാൻ പോകുന്നത് ജെയിംസ് ക്ലിയർ എഴുതിയിട്ടുള്ള അറ്റോമിക് ഹാബിറ്റ്സ് എന്ന പുസ്തകത്തെ പറ്റിയിട്ടാണ്. അറ്റോമിക് ഹാബിറ്റ്സിന്റെ ഈ കവറിൽ എഴുതിയിട്ടുള്ളത് എന്താന്ന് വെച്ചാൽ ടൈനി ചേഞ്ചസ് റിമാർക്കബിൾ റിസൾട്ട്സ് ആൻഡ് ഈസി ആൻഡ് പ്രൂവൻ വേ ടു ബിൽഡ് ഗുഡ് ഹാബിറ്റ്സ് ആൻഡ് ബ്രേക്ക് ബാഡ് വൺസ് എന്നാണ്. ഈ ബുക്കില് ഇതിന്റെ ഓഥർ ആയിട്ടുള്ള ജെയിംസ് ക്ലിയർ ആക്ച്വലി നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. ആസ് ഇൻ വാട്ട് ആർ അറ്റോമിക് ഹാബിറ്റ്സ് ആൻഡ് ഹൗ കെൻ യു യൂസ് ദീസ് അറ്റോമിക് ഹാബിറ്റ്സ് ടു മേക്ക് ബിഗ് ചേഞ്ചസ് ഇൻ യുവർ ലൈഫ്. ഇതിനെ പറ്റിയിട്ടാണ് ഈ പുസ്തകത്തിൽ മുഴുവനും പുള്ളി സംസാരിക്കുന്നത്. അപ്പൊ ഞാൻ ഇന്നത്തെ വീഡിയോയില് അതിലെ പുള്ളി പറയുന്ന കുറച്ച് കാര്യങ്ങൾ വളരെ ക്വിക്കായിട്ട് പറഞ്ഞിട്ട് പോവാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ എന്താണ് ഈ അറ്റോമിക് ഹാബിറ്റ്സ്? അറ്റോമിക് ഹാബിറ്റ്സ് എന്ന് വെച്ചാല് നമുക്കറിയാമല്ലോ ആറ്റം എന്നുള്ളത് എന്താണ്? ഏറ്റവും ചെറിയ പാർട്ടിക്കിൾ അല്ലേ നമുക്ക് നമ്മുടെ മാറ്ററിലുള്ള ഏറ്റവും എന്തെങ്കിലും ഒരു സാധനത്തിലത്തെ ഏറ്റവും ചെറിയ പാർട്ടിക്കിളിനെയാണ് ആറ്റം എന്ന് പറയുന്നത്. അതേപോലെ തന്നെയാണ് ഈ അറ്റോമിക് ഹാബിറ്റ്സ് എന്നും കൊണ്ട് പുള്ളി ഉദ്ദേശിക്കുന്നത്. Atomic habits refer to very, very small habits or regular practices that are not just easy to follow, but that would also bring about a huge result in the way you live your life. അപ്പൊ അതാണ് ഈ അറ്റോമിക് ഹാബിറ്റ് എന്നുകൊണ്ട് പുള്ളി ഉദ്ദേശിക്കുന്നത്. അറ്റോമിക് ഹാബിറ്റ്സ് എന്ന് പറയുമ്പോൾ ഏറ്റവും നിങ്ങൾ വരുത്താവുന്ന ചെറിയ ചെറിയ മാറ്റങ്ങളെ പറ്റിയിട്ടാണ് ഈ പുസ്തകത്തിൽ മുഴുവനും സംസാരിക്കുന്നത്. നമ്മൾ എപ്പോഴും പ്രത്യേകിച്ച് നമ്മൾ ന്യൂ ഇയറിന്റെ ഒക്കെ സമയത്ത് നമ്മൾ നമ്മുടെ റെസൊല്യൂഷൻ ഒക്കെ എടുത്തു കഴിയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ എപ്പോഴും വിചാരിക്കാറുള്ളത് വലിയ വലിയ മാറ്റങ്ങൾ വരുത്തുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ വലുതായിട്ട് എന്തോ ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ വരാൻ പോകുന്നത് എന്നാണ്. പക്ഷേ ദാറ്റ്സ് നോട്ട് റിയലി റൈറ്റ്. നിങ്ങൾക്ക് വലിയ മാറ്റങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ കാണണമെങ്കിൽ, നിങ്ങൾക്ക് വലിയ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൺസിസ്റ്റന്റ്ലി അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഇറ്റ്സ് നോട്ട് യുവർ ബിഗ് ആക്ഷൻസ് ദാറ്റ് മാറ്റർ, ഇറ്റ്സ് യുവർ സ്മോളർ ആക്ഷൻസ് ഓർ യുവർ അറ്റോമിക് ഹാബിറ്റ്സ് ദാറ്റ് മാറ്റർ. നിങ്ങൾ ഈ ചെറിയ ഹാബിറ്റ്സ്, ചെറിയ ചെറിയ കാര്യങ്ങൾ, അതായത് നിങ്ങൾ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ കൂട്ടിവെച്ചിട്ടാണ് അതൊരു വലിയ മാറ്റത്തിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ് ഈ പുസ്തകത്തിൽ പറയുന്നത്. അതിനൊരു കണക്ക് വരെ പറയുന്നുണ്ട്. അതായത് ഇഫ് യു ബിക്കം 1% ബെറ്റർ എവറി ഡേ ഫോർ 1 full year, ബൈ ദി എൻഡ് ഓഫ് ദി ഇയർ യു ബിക്കം 37% ബെറ്റർ എന്നാണ് പറയുന്നത്. ആൻഡ് ഹീസ് യൂസ്ഡ് എ ലോട്ട് ഓഫ് ഡേറ്റ ടു ആക്ച്വലി പ്രൂവ് ദിസ്. ഹീസ് യൂസ്ഡ് എ ലോട്ട് ഓഫ് എക്സാമ്പിൾസ് ടു സേ ദിസ്. എങ്ങനെയാണ് നിങ്ങളിപ്പം ഒരു ദിവസം കൊണ്ട് ഇന്നിപ്പം നിങ്ങൾ ഐ എം ഗോയിങ് ടു ടോക്ക് അബൌട്ട് വെയിറ്റ് ലോസ് ബിക്കോസ് ദാറ്റ്സ് ദ മോസ്റ്റ് കോമൺ concept or the most common resolution that a lot of people take up and then they fail as well. So weight loss ന്റെ കാര്യത്തില് നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു ദിവസം രാവിലെ എഴുന്നേറ്റിട്ട് നിങ്ങൾക്ക് വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടുള്ള ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് യു കെൻ ഡിസൈഡ് ടു ഈറ്റ് ഹെൽത്തിയർ. സോ ദാറ്റ്സ് എ സ്മോൾ ഹാബിറ്റ് ദാറ്റ് യു കെൻ കോൺഷ്യസ്ലി ടേക്ക് അപ്പ്. നിങ്ങൾക്ക് തീരുമാനിക്കാം ഇന്ന് ഞാൻ നിങ്ങൾക്ക് തീരുമാനിക്കാം ദാറ്റ് ഇനി മുതൽക്ക് ഞാൻ ഷുഗർ കഴിക്കുന്നില്ല. അങ്ങനെ പലരും തീരുമാനിച്ചിട്ട് ഷുഗർ കഴിക്കാതിരിക്കാറുണ്ട്. അപ്പൊ ദാറ്റ് ഇസ് എ സ്മോൾ ഹാബിറ്റ് ദാറ്റ് യു കെൻ ഓർ എ സ്മോൾ ചേഞ്ച് ദാറ്റ് യു കെൻ ബ്രിങ് ഇൻ യുവർ റുട്ടീൻ. ആൻഡ് ദാറ്റ് അപ്പാരന്റ്ലി ലൈക്ക് അത് ഒരു ദിവസം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തു, ഒരു ദിവസം അത് ചെയ്ത്, അടുത്ത ദിവസം അത് ചെയ്ത്, അങ്ങനെ ചെയ്ത് ബൈ ദി എൻഡ് ഓഫ് ദി ഇയർ ഇറ്റ് വിൽ ഹാവ് ബ്രോട്ട് അബൌട്ട് എ ലോട്ട് ഓഫ് ചേഞ്ച് ഇൻ ദ വേ you feel about your health. So that's a small change that you can actually adapt.
അല്ലെങ്കിൽ ഇപ്പം അത്രയും ഇപ്പം ഷുഗർ കഴിക്കുന്നില്ല എന്ന് തീരുമാനിക്കുന്നത് ഐ ഫൈൻഡ് ഇറ്റ് ക്വൈറ്റ് ഡ്രാസ്റ്റിക്. ബിക്കോസ് നിങ്ങൾക്ക് ഒരു അത് പക്ഷെ നന്നായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഇല്ല എന്നല്ല, പക്ഷെ എന്നാൽ പോലും അത് കുറച്ച് ബുദ്ധിമുട്ടാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ അതിലും വളരെ സിമ്പിൾ ആയിട്ട് വേറൊരു കാര്യമുണ്ട്, വെള്ളം കുടിക്കാം. ഞാൻ എല്ലാ ദിവസവും 4 ലിറ്റർ വെള്ളം കുടിക്കാമെന്ന് തീരുമാനിച്ചാൽ നിങ്ങൾ എല്ലാ ദിവസവും അത് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്ത് എല്ലാ ദിവസവും 4 ലിറ്റർ വെള്ളം കുടിച്ചിട്ട് അത് ഒരു ദിവസം ചെയ്തു, അടുത്ത ദിവസം ചെയ്ത്, അങ്ങനെ ഒരു മാസം ചെയ്തു, അടുത്ത മാസം ചെയ്തു, അങ്ങനെ ഒരു വർഷം മുഴുവനും നിങ്ങൾ എല്ലാ ദിവസവും 4 ലിറ്റർ വെള്ളം അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പൊ കുടിക്കുന്നതിലും കുറച്ച് കൂടുതൽ വെള്ളം കുടിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആൻഡ് അത് ചെയ്ത് കഴിഞ്ഞാൽ ബൈ ദി എൻഡ് ഓഫ് ദി ഇയർ, ഇപ്പൊ നിങ്ങൾക്ക് ഇന്ന് ചെയ്തു നാളെ നിങ്ങൾക്ക് ഒരു വ്യത്യാസവും കാണില്ല. നിങ്ങൾക്ക് ഇന്ന് തുടങ്ങി കഴിഞ്ഞാൽ ഒരു മാസം കഴിഞ്ഞാലും പ്രോബബ്ലി യു മൈറ്റ് നോട്ട് സീ എ ഹ്യൂജ് ഡിഫറൻസ്. പക്ഷെ ഒരു വർഷം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും it would have added to that larger goal of living a healthier life. And ഇതില് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് പുള്ളി ബുക്കിൽ പറയുന്നത് ത്രൂ ഔട്ട് ദ ബുക്ക് ഹി സേസ് ദിസ്, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് എന്താണ് ഈ ചേഞ്ചസ് നമുക്ക് എല്ലാ ദിവസവും കാണുന്ന അല്ലെങ്കിൽ വരുന്ന മാറ്റങ്ങളായിരിക്കില്ല. ഇത് ചെറിയ ചെറിയ കാര്യങ്ങൾ ആഡ് ചെയ്ത് ഇറ്റ് ഇവൻച്വലി ബിക്കംസ് എ ഗുഡ് ഹാബിറ്റ്. ഇറ്റ് ഇവൻച്വലി ലീഡ്സ് ടു ഇപ്പം ഈ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഹെൽത്തിയർ ലൈഫ്. ഇപ്പം വേറൊരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ എല്ലാ ദിവസവും വായിക്കാമെന്ന് തീരുമാനിച്ചു. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് നമ്മൾ വായിക്കാം എന്നുള്ളത് ഞാൻ കണ്ടിട്ടുണ്ട്, എന്റെ കുറെ സ്റ്റുഡൻസ് ഇത് പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമ്മൾ വായിക്കാം എന്നുള്ളത് തീരുമാനിച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ ഒറ്റ ഇരിപ്പിൽ നമ്മൾ ഒരാഴ്ചയിൽ നമ്മൾ ഒരു പുസ്തകം വായിച്ചു തീർക്കും. പക്ഷെ വായിക്കാത്ത ഒരാളാണെങ്കിൽ, ഇഫ് യു ആർ someone who hasn't started reading, അത് നിങ്ങൾക്ക് ഒരു ദിവസം കൊണ്ട് നിങ്ങൾക്ക് ആ ഹാബിറ്റ് നിങ്ങൾക്ക് പെട്ടെന്ന് പിക്കപ്പ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് നിങ്ങളുടെ സ്പീഡ് ഡിഫറെന്റ് ആയിരിക്കും. യു വിൽ റിയലൈസ് ദാറ്റ് ദർ ആർ ഡിഫറെന്റ് ജോണേഴ്സ് ദാറ്റ് യു ലൈക്ക് ടു റീഡ്, ദർ ആർ ഡിഫറെന്റ് ജോണേഴ്സ് ദാറ്റ് യു ഡോണ്ട് ലൈക്ക് ടു റീഡ്. അപ്പം ഇതെല്ലാം കൂടെ നിങ്ങൾക്ക് ടൈം എടുക്കും. പക്ഷെ ദ ഗോൾ ഓർ ദ ഐഡിയ ഇസ് ദാറ്റ് യു വിൽ സ്റ്റിൽ റീഡ് എവറി ഡേ. ആൻഡ് നിങ്ങൾക്ക് തീരുമാനിക്കാം അത് നിങ്ങൾക്ക് പല രീതിയിൽ തീരുമാനിക്കാം. ഞാൻ എല്ലാ ദിവസവും അരമണിക്കൂർ ഞാൻ വായിക്കും എന്ന് തീരുമാനിക്കാം. അല്ലെങ്കിൽ എല്ലാ ദിവസവും ഞാൻ ഒരു 5 പേജ് വായിക്കും, ചെറിയ എമൗണ്ട് അല്ലേ, 5 പേജ് വായിക്കും എന്ന് നിങ്ങൾ തീരുമാനിക്കുകയാണെങ്കിൽ 5 പേജ് വായിച്ച് നിങ്ങൾ വരുമ്പോഴത്തേക്കും ഒരു പോയിന്റ് എത്തുമ്പോഴത്തേക്കും നിങ്ങൾ ഒരു പുസ്തകം വായിച്ചു തീർത്തിട്ടുണ്ടാവും. ഈ അരമണിക്കൂർ വായിക്കാം എന്നുള്ളതാണ് നിങ്ങളുടെ ഗോളെങ്കിലും അതേപോലെ തന്നെ ഇറ്റ്സ് എ സ്മോൾ ടൈം ദാറ്റ് യു ക്യാൻ കീപ് എ പാർട്ട് ഫോർ ദാറ്റ് പർപ്പസ്. നിങ്ങൾ അത് ചെയ്താൽ, എല്ലാ ദിവസവും കോൺഷ്യസ്ലി അത് ചെയ്യുവാണെങ്കിൽ, നിങ്ങൾ ബൈ ദി എൻഡ് ഓഫ് ദി ഇയർ യു വുഡ് ഹാവ് റെഡ് അറ്റ്ലീസ്റ്റ് ലൈക്ക് സം ബുക്സ്. അപ്പം ഒട്ടും വായിക്കാത്ത ആളിന്ന് നിങ്ങൾ ബൈ ദി എൻഡ് ഓഫ് ദ ഇയർ യു വുഡ് ഹാവ് ബിക്കം someone who's read some books, and that's a huge change. അപ്പം അതാണ് ഈ ബുക്കിന്റെ കോർ കോൺസെപ്റ്റ്. ലൈക്ക് ഹൗ കെൻ യു യൂസ് സ്മോൾ ചേഞ്ചസ്, ഹൗ കെൻ യു മേക്ക് സ്മോൾ ചേഞ്ചസ് ഇൻ ദ വേ യു ലിവ് യുവർ ലൈഫ് ടു ബ്രിങ് അബൌട്ട് റിമാർക്കബിൾ റിസൾട്ട്സ് എന്നതാണ് ഈ ബുക്കിന്റെ കോർ കോൺസെപ്റ്റ്. അപ്പൊ നമ്മളിപ്പം ഗുഡ് ഹാബിറ്റ്സിനെ പറ്റിയിട്ട് സംസാരിച്ചല്ലോ. ഐ തിങ്ക് ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ടു ഓൾസോ ടോക്ക് അബൌട്ട് ബാഡ് ഹാബിറ്റ്സ്. ഇപ്പൊ നിങ്ങൾക്ക് നല്ലതല്ല എന്നറിയാവുന്ന ഒരു കാര്യം നിങ്ങൾ കണ്ടിന്യൂസ്ലി ചെയ്തുകൊണ്ടിരിക്കുവാണെങ്കിൽ, okay, what does that mean? Does that mean that you don't want to improve? Does that mean that you just don't want to become better? Or like നിങ്ങൾ അറിഞ്ഞുകൊണ്ട് എന്തുകൊണ്ടാണ് ഇപ്പം സിഗരറ്റ് വലിക്കുന്ന ഒരാൾ അറിഞ്ഞുകൊണ്ട് എന്തിനാണ് സിഗരറ്റ് വലിക്കുന്നത്? അല്ലെങ്കിൽ ഇപ്പം എന്റെ കാര്യത്തിൽ പറയാനാണെങ്കിൽ ഞാൻ പെപ്സി കോക്കൊക്കെ നല്ലോണം കുടിക്കുന്ന ഒരാളാണ്. സോ എനിക്ക് ഞാൻ അപ്പോഴേ പറയുന്നത് പോലെ ഷുഗർ കട്ട് ഡൗൺ ചെയ്യാനുള്ള ബുദ്ധിമുട്ടിന്റെ മെയിൻ സോഴ്സ് എനിക്ക് തോന്നുന്നത് എന്റെ കാര്യത്തിൽ അതാണ്. അപ്പം അതെനിക്ക് അറിയാം, ഇറ്റ്സ് നോട്ട് എ ഗുഡ് തിങ് ടു ഡു. ലൈക്ക് പക്ഷെ എന്നാലും വൈ ഇസ് ഇറ്റ് ഡിഫിക്കൾട്ട്, അല്ലെങ്കിൽ വൈ ആം ഐ നോട്ട് ഏബിൾ ടു സ്റ്റോപ്പ് ഡ്രിങ്കിങ് കോക്ക്? ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ, ദാറ്റ്സ് എ ജെന്യുവിൻ ക്വസ്റ്റ്യൻ ദാറ്റ് എനിബഡി ക്യാൻ ഹാവ്. നൗ ബുക്കിൽ പുള്ളി പറയുന്നത് ബാഡ് ഹാബിറ്റ്സ് നിങ്ങൾക്ക് ബ്രേക്ക് ചെയ്യണ്ട എന്നുള്ളത് കൊണ്ടല്ല നിങ്ങൾ അത് ചെയ്യാത്തത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ ഇംപ്രൂവ് ചെയ്യണ്ട എന്നുള്ളത് കൊണ്ടല്ല. ഇറ്റ്സ് ബിക്കോസ് ഓഫ് ദ വേ യു അപ്രോച്ച് ദിസ് ചേഞ്ച്. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലോ, നമ്മളെപ്പോഴും നമ്മുടെ മനസ്സിൽ എപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് എന്തോ വലിയ കാര്യം ചെയ്താലാണ് നമുക്ക്, അല്ലെങ്കിൽ ഞാൻ തീരുമാനിക്കണം ഞാൻ ഇനി പെപ്സി കുടിക്കുന്നേ ഇല്ല, ഞാൻ ഇനി കൊക്കോകോള കുടിക്കുന്നേ ഇല്ല എന്ന് ഞാൻ തീരുമാനിക്കുവാണെങ്കിൽ, എല്ലാ ദിവസവും വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് കുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ, ഈ പെപ്സിയും കൊക്കോകോളയും കുടിച്ചുകൊണ്ടിരിക്കുന്ന ആള്, ആൻഡ് ദിസ് ക്യാൻ അപ്ലൈ ടു എനിത്തിങ്. ഓക്കെ, ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് ഇത് പറയുന്നേ ഉള്ളൂ.
എല്ലാ ദിവസവും അല്ലെങ്കിൽ വളരെ ഇഷ്ടപ്പെട്ട് താല്പര്യത്തോടെ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാള് പെട്ടെന്ന് അത് നിർത്തുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു കുറച്ച് ദിവസം അല്ലെങ്കിൽ ഒരു കുറച്ച് ആഴ്ച നിങ്ങൾ യു ക്യാൻ ബി വെരി പംപ്ഡ് അപ്പ് അബൌട്ട് ഇറ്റ്, യു ക്യാൻ ആക്ച്വലി ബി വെരി കോൺഷ്യസ് ആൻഡ് യു ക്യാൻ ഡു ഇറ്റ്. പക്ഷേ ഇറ്റ് വിൽ ക്രാഷ് അറ്റ് സം പോയിന്റ്. So it's because of the way you are approaching this change that is what makes all the difference. Should you actually decide to drastically cut down sugar, should you actually decide to drastically stop drinking something that you know is bad for you, you can't really do that successfully. There are people who can go cold turkey and be very fine with it, and I respect those people. But on a general basis, it's not something that you can do at one shot. So what is possibly a better way of doing it? You can decide that for instance you can decide you can decide that I'm going to have Coke only when I eat food from outside. I can decide that I'm going to have Coke only when I eat certain kinds of food. So for pizza I want Coke, and I can decide that I'm going to have Coke only when I'm having pizza, and that's not very often. So then the intake will drastically reduce. ഇതുപോലെ നിങ്ങൾക്ക് ചെറിയ ചെറിയ കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഇതിന് മാറ്റങ്ങൾ വരുത്തിക്കാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. നിങ്ങൾക്ക് ഒറ്റയടിക്ക് ഡ്രാസ്റ്റിക് ആയിട്ട് ഒരു ബാഡ് ഹാബിറ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് കോൺഷ്യസ്ലി അറിയാവുന്ന ഒരു ബാഡ് ഹാബിറ്റ് മാറ്റാനോ ഒരു ഗുഡ് ഹാബിറ്റ് ഇൻഡ്യൂസ് ചെയ്യാനോ നിങ്ങൾക്ക് പറ്റില്ല. ഇറ്റ് ഓൾ ഹാസ് ടു കം ഫ്രം ദാറ്റ് വെരി ബേസിക് സ്മോൾ സ്റ്റെപ്പ്. അപ്പം ആൻഡ് ദാറ്റ് സ്മോൾ സ്റ്റെപ്പ് ഇസ് മച്ച് ബെറ്റർ ദാൻ ഡൂയിങ് നത്തിങ് അറ്റ് ഓൾ, അല്ലേ? അപ്പൊ അതുകൊണ്ടാണ് again we go back to focusing on those atomic habits. അപ്പോൾ അതാണ് ബാഡ് ഹാബിറ്റ്സിന് എങ്ങനെ നമ്മൾ ഡീൽ ചെയ്യും, അല്ലെങ്കിൽ how do we let go of bad habits, how do we let go of something that we know is bad for us എന്നുള്ളതിന്റെ perspective in the book. ഇനി മറ്റൊരു കാര്യം പറയാനാണെങ്കിൽ നമുക്ക് ഇപ്പം വെള്ളം കുടിക്കുന്ന കാര്യത്തിൽ നമ്മളിപ്പം ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞല്ലോ, ഈ വെള്ളം കുടിക്കുന്നത് എല്ലാ ദിവസവും ഞാൻ ഒരു 2 ഗ്ലാസ് വെള്ളം കൂടുതൽ കുടിക്കാൻ തീരുമാനിച്ചു എന്ന് വെച്ചോളൂ. അത് ഇത്ര ചെറിയൊരു മാറ്റമല്ലേ, അത് ഇത്ര ഇൻസിഗ്നിഫിക്കന്റ് ആയിട്ട് തോന്നുന്ന ഒരു മാറ്റമല്ലേ? കാരണം ഇമ്മീഡിയറ്റ്ലി യു കാൻ സീ റിസൾട്ട്സ്, നിങ്ങൾക്ക് അറിയില്ല വാട്ട് കൈൻഡ് ഓഫ് എ ചേഞ്ച് ഇസ് ഇറ്റ് ബ്രിങ്ങിങ് എന്നുള്ളത്. പക്ഷെ ഈ ഇത്രയും ഇൻസിഗ്നിഫിക്കന്റ് ആയിട്ട് തോന്നിക്കുന്ന ചെറിയ ചെറിയ മാറ്റങ്ങള് ഞാൻ പറഞ്ഞല്ലോ അപ്പോഴേ ആ ബിഗ് പിക്ചർ എടുത്ത് നോക്കുമ്പോൾ, ഇഫ് യു സ്റ്റിക്ക് വിത്ത് ദാറ്റ് ഹാബിറ്റ് ഫോർ ഇയേഴ്സ് ത്രൂ ഔട്ട് യുവർ ലൈഫ്, you will see that it contributes to a huge change. And ആ ഇമ്പോർട്ടൻസ് ആണ് നമ്മൾ ഈ ചെറിയ ചെറിയ ഹാബിറ്റ്സിന് നമ്മൾ എപ്പോഴും കൊടുക്കേണ്ടത്. നമുക്ക് ഈ വലിയ മാറ്റങ്ങൾ നമുക്ക് ഇന്ന് തന്നെ മാറ്റം കാണില്ലല്ലോ. ഇപ്പൊ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പറയും നിങ്ങൾക്ക് ഇന്ന് തന്നെ മാറ്റം അറിയില്ല, നിങ്ങൾ കൺസിസ്റ്റന്റ്ലി വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് അതിന്റെ വ്യത്യാസം അറിയുമെന്ന് പറയും. അതേപോലെയാണ് എല്ലാ കാര്യങ്ങളും. നിങ്ങൾക്ക് ഇന്ന് തന്നെ ഒരു റിസൾട്ടും കാണില്ല. ഇപ്പം റീഡിങ് ക്യാൻ ഇംപ്രൂവ് യുവർ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. ഫോർ ഇൻസ്റ്റൻസ്, ഞാൻ ഒരു ബുക്ക് വായിച്ചു, എന്റെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഇംപ്രൂവ് ആയിട്ടില്ല എന്ന് നമ്മൾ ഒരിക്കലും പറയില്ല. അങ്ങനെ പറയാൻ പാടില്ല നമ്മൾ. കാരണം ഒരു ബുക്ക് വായിക്കുന്നതുകൊണ്ട് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഇംപ്രൂവ് ആവില്ല. യു ഹാവ് ടു കീപ് കൺസിസ്റ്റന്റ്ലി ഡൂയിങ് ദിസ്. അപ്പം അപ്പോഴേ പറഞ്ഞതുപോലെ ഒരു 5 പേജ് ഒരു ദിവസം അല്ലെങ്കിൽ അരമണിക്കൂർ ഒരു ദിവസം വായിക്കുന്ന തീരുമാനിച്ച അത് എല്ലാ ദിവസവും നിങ്ങൾ അതുപോലെ ചെയ്ത് വർഷങ്ങളോളം നിങ്ങൾ അത് ചെയ്താൽ യു ബിക്കം എ വെൽ റെഡ് പേഴ്സൺ, ആൻഡ് ഒബ്വിയസ്ലി യുവർ ലാംഗ്വേജ് ഇൻക്രീസസ്, യുവർ കോൺഫിഡൻസ് ഇൻക്രീസസ്, ആൻഡ് യു ആർ ഏബിൾ ടു കമ്മ്യൂണിക്കേറ്റ് യുവർ ideas a lot better because you've become a friend of words. അപ്പം അങ്ങനെയാണ് ഇത്രയും ചെറിയ ഇൻസിഗ്നിഫിക്കന്റ് ആയിട്ട് തോന്നിക്കുന്ന ഒരുപാട് മാറ്റങ്ങൾ നിങ്ങൾ if you continue to do that throughout your life, it will bring about a huge change in the big picture. അപ്പം ഇതൊക്കെയാണ് ഈ ബുക്കിൽ ഡിസ്കസ് ചെയ്യുന്ന കോർ കോൺസെപ്റ്റ്സ്. അപ്പൊ നമ്മൾ ഇത്രയും നേരം സംസാരിച്ചതുപോലെ ഈ ഹാബിറ്റ്സ് ആൻഡ് ഇതില് ജെയിംസ് ക്ലിയർ യൂസ് ചെയ്യുന്ന ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വേർഡ്, ഒരു ടേം ഉണ്ട്. ഹി കോൾസ് ഹാബിറ്റ്സ് ആസ് ദി കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഓഫ് സെൽഫ് ഇംപ്രൂവ്മെന്റ്. സോ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്താന്നുള്ളത് ഫിനാൻസിന്റെ ആൾക്കാർക്ക് അറിയാലോ, എനിക്ക് അത്രയ്ക്ക് കാര്യമായിട്ട് പിടിയില്ല. പക്ഷെ ഐഡിയലി എന്താന്ന് വെച്ചാൽ നിങ്ങൾ ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇറ്റ് ലൈക്ക് ദ മോർ യു ആഡ് ദ ഹയർ ദ നമ്പർ ബിക്കംസ്. അപ്പം അതേപോലെയാണ് സെൽഫ് ഇംപ്രൂവ്മെന്റ് എന്നതുകൊണ്ട് ഇറ്റ്സ് ലൈക്ക് ഇഫ് ദാറ്റ്സ് വാട്ട് you're moving towards, and that's what all of us need to be moving towards, I think. പക്ഷെ when you like നിങ്ങൾ ഈ ചെറിയ ചെറിയ ഹാബിറ്റ്സ് കൊണ്ടുവന്നിട്ടാണ് നിങ്ങൾക്ക് സെൽഫ് ഇംപ്രൂവ്മെന്റ് എന്നുള്ള ഒരു
എന്താ ഒരു ഗോൾ അറ്റൈൻ ചെയ്യാൻ പറ്റുന്നത്. ഞാൻ ഈ ഗോൾ എന്നുള്ള വാക്ക് പറഞ്ഞതിന് ജെയിംസ് ക്ലിയറിന്റെ ബുക്കിൽ പുള്ളി പറയുന്നത് ഹി സേസ് ദാറ്റ് വി ഷുഡന്റ് ഫോക്കസ് ഓൺ ഗോൾസ്. നമ്മള് ഇപ്പോഴത്തെ ഈ ഹസൽ കൾച്ചറിലും എല്ലാത്തിലും എവ്രിബഡി ടോക്സ് സോ മച്ച് അബൌട്ട് ഗോൾസ്. എവ്രിബഡി ടോക്സ് സോ മച്ച് അബൌട്ട് യുവർ ടു ഡു ലിസ്റ്റ്സ് ആൻഡ് യുവർ ഗോൾ ഫോർ ദ ഡേ, യുവർ ഗോൾ ഫോർ ദ വീക്ക്, യുവർ ഗോൾ ഫോർ ദ മന്ത് ആൻഡ് യുവർ ഗോൾ ഫോർ ദ ഇയർ. ആൻഡ് എല്ലാവരും എവ്രിബഡി ഫോക്കസസ് ഓൺ ദ ഗോൾസ്. പക്ഷേ ദ കീ is not the goal. The key is the system that you follow to achieve your goal. Karam, you can set big goals. Like I said, you can set goals. Like you can say that ഞാൻ ഈ വർഷം തീരുമ്പോഴത്തേക്കും 12 ബുക്സ് വായിക്കും. That's a very doable goal because ഒരു മാസം ഒരു പുസ്തകം വായിക്കും എന്നാണ് ഞാൻ തീരുമാനിക്കുന്നത്. ആൻഡ് എനിക്ക് ഒരു മാസം ഒരു പുസ്തകം വായിക്കാനുള്ള ഒരു സാവകാശം കിട്ടും എന്നുള്ളത് വിചാരിച്ചിട്ടാണല്ലോ ഞാൻ അങ്ങനെ ഒരു ഗോൾ സെറ്റ് ചെയ്യുന്നത്. ആൻഡ് എൻ്റെ ഒരു ഐഡിയയില് എനിക്ക് ഈ വർഷം തീരുമ്പോഴത്തേക്കും, അതായത് ബൈ ദ ടൈം വി ആർ like at the end of this year, at the end of 2021, I want to have read 12 books. Now how do I attain that? There are many ways I can do it. ഇപ്പൊ ഞാൻ ഇന്നിപ്പോ തീരുമാനിച്ചിട്ട് ഞാൻ ഇന്ന് ഇത് റെസൊല്യൂഷൻ എടുക്കണ സമയത്ത് നമുക്ക് ആ ജാനുവരിയിൽ ഭയങ്കരമായിട്ട് ഒരു എന്താ പറയാ മോട്ടിവേഷൻ ഉണ്ടാവുമല്ലോ അതൊക്കെ ചെയ്യാനായിട്ട്. അപ്പൊ നമ്മൾ ജാനുവരിയിൽ ചിലപ്പോൾ നമ്മൾ 2 ബുക്കൊക്കെ വായിച്ചു തീർക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫെബ്രുവരിയിലും വേണമെങ്കിൽ നമ്മൾ ഒരു ബുക്ക് വായിക്കും. പിന്നെ അത് കഴിഞ്ഞ് മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ ഒക്കെ എത്തുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ ഒരു ബുക്ക് വെച്ചോണ്ടിരിക്കും ഇങ്ങനെ. പിന്നെ അവസാനം ആവാറാകുമ്പോഴത്തേക്കും വർഷം അവസാനം ആവാറാകുമ്പോഴത്തേക്കും അയ്യോ എന്റെ 12 ബുക്കിന്റെ ഗോളുണ്ട്, എനിക്ക് അത് ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പൊ ഈ കിട്ടണതൊക്കെ വായിക്കാൻ ഞാൻ ചെറിയ ബുക്കുകളൊക്കെ വായിച്ച് ഞാൻ I can still say that oh yes, I've reached my goal of reading 12 books. But that's not the aim of setting that goal. The aim is that it should help me in some way. എന്തെങ്കിലും അതിന്റെ ഒരു ഔട്ട്കം ഉണ്ടല്ലോ നമ്മൾ ഈ ഗോൾ സെറ്റ് ചെയ്യുന്നതിന്റെ. And that outcome can be achieved only if you have a system in place. Ideally only if you are systematic about it. ഈ നേരത്തെ പറഞ്ഞതുപോലെ എനിക്ക് instead of deciding to read 12 books by the end of the year, I can decide that I can read half an hour every day, and I've broken it down. Instead of saying that 12 ബുക്ക് ഈ ഇതിൽ തീർക്കണതിനെക്കാട്ടിലും അതിന്റെ ഏറ്റവും ചെറിയ ഫോർമാറ്റിലാണ് ഞാൻ പറയുന്നത്. ഞാൻ അരമണിക്കൂർ എല്ലാ ദിവസവും വായിക്കും, അല്ലെങ്കിൽ 5 പേജ് എല്ലാ ദിവസവും വായിക്കും എന്ന് പറയുമ്പം I have actually broken it down into that smallest particle, and I have decided what I can do. Now ഞാൻ അരമണിക്കൂർ എല്ലാ ദിവസവും വായിച്ചിട്ട് by the end of 365 days I could have read 10 books, I could have read 12 books, I could have read more than 12 books. Nobody knows. Because my speed increases, and when your speed increases, like the more you read, your speed increases, and as your speed increases, the more number of pages you will cover in that half an hour. So അങ്ങനെയാണ് നമ്മുടെ that's why the system is very important. It's not the goal that's important, but how are you going to achieve that system is very important. അത് പറയുമ്പോൾ തന്നെ it's important to think of goals as, I mean, നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് is not about like what you want to achieve. Rather than talking about what you want to achieve, it's much more easier, it's much more better if you talk about who you want to become. And I find that concept very interesting and very endearing actually, because if I'm going to say that I'm going to read 12 books every day, 12 books this year, or if I say that I'm going to read half an hour every day, the key is that I want to become a reader. It's how I want to define myself. It's how I see myself. If I decide that I'm going to practice my art every day, I see myself as an artist. That's who I want to become. And that is what your focus should be on. Your focus should not be just on what you want to achieve, but rather on who do you want to become. Because these habits that you apply, it will eventually നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആരാണ് എന്നത് തീരുമാനിക്കുന്നത് ഈ ചെറിയ ചെറിയ ഹാബിറ്റ്സ് ആണ്. നിങ്ങൾ ആരായി തീരും, നിങ്ങൾ എങ്ങനത്തെ ഒരാളാണ് എന്നുള്ളത് ഈ ചെറിയ ചെറിയ ഹാബിറ്റ്സ് ആണ് നിങ്ങളെ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. So that is why he talks about why it is important to focus on who you want to become.
So the question is, how do you bring about these changes? നമ്മൾ ഇത്രയും നേരം സംസാരിച്ച ഈ എക്സാമ്പിൾസ് എല്ലാം, അതായത് നമ്മൾ വെയിറ്റ് ലോസിന്റെ കാര്യം സംസാരിച്ചു, നമ്മൾ റീഡിങ്ങിന്റെ എക്സാമ്പിൾ സംസാരിച്ചു. ഇനി ഇതൊക്കെ ഇപ്പൊ നമ്മൾ ഇത്രയും നേരം സംസാരിച്ച ഈ കോൺസെപ്റ്റ്സ് ഒക്കെ നിങ്ങൾക്ക് എല്ലാ കാര്യത്തിലും അപ്ലൈ ചെയ്യാൻ പറ്റും. ഹൗ ഡു യു ഡു ദാറ്റ്? യു ഡു ദാറ്റ് ബൈ അപ്ലൈയിങ് ദ 4 laws of behavior change. ഈ ബുക്കിൽ ഡിസ്കസ് ചെയ്യുന്ന 4 laws ഉണ്ട്. So what are the 4 laws? The first one is make it obvious. നിങ്ങൾക്ക് എല്ലാ ദിവസവും വെള്ളം കുടിക്കണം, എല്ലാ ദിവസവും നിങ്ങൾക്ക് 4 ലിറ്റർ വെള്ളം കുടിക്കണം എന്നതാണ് നിങ്ങളുടെ ഗോൾ എങ്കിൽ, how do you do this? You buy a bottle, you fill it with water and you keep it somewhere that you can see. നിങ്ങൾക്ക് കാണുന്ന രീതിയിൽ നിങ്ങൾ അത് വെച്ചാൽ എല്ലാ ദിവസവും നിങ്ങളത് കാണുമ്പോൾ, എല്ലാ സമയത്തും നിങ്ങളത് കാണുമ്പോൾ നിങ്ങളത് ഓർക്കും. അതേപോലെ തന്നെ ഇപ്പൊ നിങ്ങൾക്ക് എല്ലാ ദിവസവും 1/2 മണിക്കൂർ വായിക്കണം എന്നാണെങ്കിൽ, how do you do this? You will apply it. You can keep your book somewhere that you see. ഇപ്പം നിങ്ങൾ കിടക്കാൻ പോകുന്ന നിങ്ങളുടെ ബെഡിന്റെ തലയിണയുടെ അടിയിൽ വെക്കാം, നിങ്ങളുടെ ബെഡ് സൈഡ് ടേബിളിൽ വെക്കാം. സോ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി അറിയാം, നിങ്ങൾ ബെഡിൽ വന്ന് കിടക്കാൻ പോകുമ്പോഴത്തേക്കും യു സീ ദിസ്, യു വോണ്ട് പിക്ക് ഇറ്റ് അപ്പ് ആൻഡ് യു വോണ്ട് സ്റ്റാർട്ട് റീഡിങ്. സോ മേക്ക് ഇറ്റ് ഒബ്വിയസ് ദാറ്റ് യു ആർ ഗോയിങ് ടു ഡു ദിസ്. അപ്പൊ ഇതില് he talks about this methodology of queuing. ക്യൂ ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾ ഒരു കാര്യത്തിന്റെ കൂടെ മറ്റേ കാര്യത്തിനെ നിങ്ങൾ അപ്ലൈ ചെയ്ത് അല്ലെങ്കിൽ ഒരുമിച്ച് ചെയ്യാനായിട്ട് നിങ്ങൾ if you force yourself to do it together, there's a higher chance that you will do it. അപ്പോ ഫോർ എക്സാമ്പിൾ, എന്താണ് എക്സാമ്പിൾ ആയിട്ട് പറയാം, ഇപ്പൊ നിങ്ങള് ഈ പറഞ്ഞില്ലേ, ചില ആൾക്കാർക്ക് ചായ കുടിക്കുമ്പോൾ പത്രം വായിക്കുന്ന ഒരു സ്വഭാവമുണ്ട് അല്ലെ. സോ ദേ ഹാവ് ക്യൂഡ് ദീസ് 2 ടുഗദർ. ചായ കുടിക്കുമ്പോൾ അവർക്ക് കയ്യിൽ പത്രം വേണം, അല്ലെങ്കിൽ പത്രം വായിക്കുമ്പോൾ അവർക്ക് കയ്യിൽ ചായ വേണം, whichever way it goes. So they have queued 2 habits together and one goes hand in hand with the other one. അതേപോലെയാണ് നിങ്ങൾ ഈ ഹാബിറ്റ്സിനെ ക്യൂ ചെയ്യുക എന്നുള്ളത് പറയുന്നത്, അല്ലെങ്കിൽ ദാറ്റ്സ് ഹൗ യു കെൻ മേക്ക് ഇറ്റ് ഒബ്വിയസ്. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ കിടക്കാൻ വരുന്ന നേരത്ത് നിങ്ങൾ തീരുമാനിക്കുകയാണ്, ഞാൻ വായിക്കും, എത്ര 1/2 മണിക്കൂർ കിടക്കാൻ വരാൻ നേരത്ത് ഞാൻ വായിക്കുന്നു നിങ്ങൾ തീരുമാനിച്ചാല്, the minute you come to your bed and you start winding down, you pick up your book and you start reading your book. So that's one way to cue your habit. That's one way to make it obvious. Always cue it, and it's the easiest way to do it. You cue it with something that you are already going to do. ഇപ്പം നിങ്ങൾ another example is that നിങ്ങൾ രാവിലെ പല്ല് തേച്ച് ഇറങ്ങിയ ഉടനെ നിങ്ങൾ കുളിക്കുന്നതിന് തൊട്ട് മുന്നേ you can decide that you want to do your workout, because you will sweat and then you go and take your bath. So you can cue your habits together so that it becomes obvious. That's the first law of behavioral change. The second law of behavioral change is to make it attractive. Now this is very obvious. നിങ്ങൾ ഒരു കാര്യം ചെയ്യാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാനായിട്ട് you have to feel interested in doing it. You have to feel attracted to that habit. പക്ഷേ if it's a difficult task, like for instance going to the gym, അങ്ങനെ എന്തെങ്കിലും വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ടാസ്ക് ആണ്, അല്ലെങ്കിൽ if it is something that requires work, and if it is something that you might lose interest in but you want to be consistent with it, make it attractive in some way. So I know a lot of people, so for instance vaayikanayitte, so you can create like a bookstagram or some community like that will help you kind of, so you can decide that ഞാൻ വായിക്കുന്ന ബുക്സിന്റെ ഒക്കെ ഞാൻ റിവ്യൂസ് ഇടും, ഞാൻ വായിക്കുന്ന എൻ്റെ തോട്ട്സ് ഒക്കെ ഞാൻ ഷെയർ ചെയ്യും. So that's one way of making your reading habit attractive for you, because everybody is on social media and everybody likes that dopamine hit. So that's one way of making the habit attractive to you. So always find ways to motivate yourself to make it attractive, and that's how you can push yourself to do it on days that you don't feel like doing it. Now the third law is to make it easy. Now this is also kind of obvious, because if it's too difficult, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ടാസ്ക് ആണെങ്കിൽ നിങ്ങൾ എത്ര തന്നെ ശ്രമിച്ചാലും നിങ്ങൾക്കൊരു ആദ്യത്തെ ഒരു മൊമെന്റം കഴിഞ്ഞ് കഴിയുമ്പോൾ you might end up not doing it anymore. So it's easier to make smaller changes first and then add on to those. Make it easy.
So when you've mastered a level, then you do the next level. അങ്ങനെ നിങ്ങൾ ഇപ്പം നടക്കുന്ന കാര്യം ഇപ്പം you can decide that you're going to walk 5,000 steps daily, and that's not really a lot. നിങ്ങൾക്ക് 5,000 steps എല്ലാ ദിവസവും in that 24-hour span, if you decide to walk for 5,000 steps, after you've achieved that, after it becomes easier for you, and after like നിങ്ങൾക്ക് തന്നെ ഒരു പുഷ് വരും to make it like push it up and see probably 8,000 steps നടക്കാൻ പറ്റുമോ നോക്കാം. It's like kind of like gamifying it also, because that's one way you can make your goal attractive as well. But always make it easy. If it's too difficult, ഒരു പോയിന്റ് കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിനോടുള്ള താല്പര്യം പോകും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യം കൊണ്ട് നിങ്ങൾക്ക് അത് ചെയ്യാതിരിക്കാനുള്ള ഒരു റീസൺ ആവും അത്. So always make it easy. Whatever your task is, break it down into the smallest part possible, and then make it easy for you to do. So that's another way to remain consistent with your habits. And the fourth and the last law of behavioral change is to make it immediately satisfying. Now this is again important, and it goes hand in hand with everything else, that ഇപ്പോഴത്തെ കാലത്ത് എസ്പെഷ്യലി നമുക്ക് ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. വി നീഡ് ടു മേക്ക് ഇറ്റ് സാറ്റിസ്ഫൈങ് ഇമ്മീഡിയറ്റ്ലി. നമുക്ക് ഈവൻ ദോ വി നോ ദാറ്റ് ദ റിസൾട്ട്സ് ആർ ഗോയിങ് ടു ബി ദ ലോങ്ങർ റണ്ണിലാണ് റിസൾട്ട്സ് കാണാൻ പോകുന്നത്, ഇതെല്ലാം നമുക്കറിയാമെങ്കിൽ പോലും നിങ്ങളുടെ ബ്രെയിൻ കൈൻഡ് ഓഫ് wants to be rewarded immediately. And that's human nature. So one way of doing that is, for instance, if you're going to do a workout, you can decide to ഇപ്പം നിങ്ങൾ വീട്ടിൽ തന്നെ നിങ്ങളൊരു വർക്കൗട്ട് ചെയ്യുവാണെങ്കിൽ at the end of the workout you can decide to have like a dance party. So നിങ്ങൾക്ക് ഇഷ്ടമുള്ള മ്യൂസിക് ഇട്ടിട്ട് നിങ്ങൾക്ക് ഡാൻസ് കളിക്കാം. If you're going to walk, you can decide that if you've walked for 10,000 steps today, you can decide to have like you can decide to have skip the green tea and have tea maybe with it. Like, there are a lot of ways in which you can do this. ഇതേപോലെയാണ് ബുക്സിന്റെ കാര്യത്തിലും ഒക്കെ. അപ്പം ഞാൻ പറഞ്ഞില്ലേ, everything it's important to kind of satisfy your brain, kind of give it attention immediately and reward it immediately, and you will find your way of doing it. ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം വാട്ട് വിൽ മേക്ക് മീ ഹാപ്പി അറ്റ് ദി എൻഡ് ഓഫ് ദിസ്, ലൈക്ക് അറ്റ് ദി എൻഡ് ഓഫ് ഇപ്പം ചില ആൾക്കാർക്ക് എന്താ പറയുക, വർക്കൗട്ട് കഴിഞ്ഞിട്ട് ഇപ്പം ഐ കൻ ഡിസൈഡ് ദാറ്റ് ഡയറ്റ് ഇരിക്കുന്ന ആൾക്കാർ ഒരുപാട് പേര് 6 ദിവസം വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡയറ്റ് കഴിച്ചിട്ട് ചീറ്റ് ഡേ എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം ദേ വിൽ ഹാവ് സംതിങ് ദാറ്റ് ദേ ലൈക്ക് ഇറ്റ് നീഡ് നോട്ട് ബി എ ഫുൾ ബ്ലോൺ ലൈക്ക് ഓക്കെ ഗെറ്റ് ഔട്ട് ഓഫ് യുവർ ഡയറ്റ് കൈൻഡ് ഓഫ് തിങ്, ബട്ട് ദേ വിൽ ആഡ് സംതിങ് ദാറ്റ് ദേ ലൈക്ക് ടു ദെയർ ഫുഡ്, to their meals, to make it more attractive, and they will wait for that. So that's one way of kind of rewarding yourself. നിങ്ങൾ എപ്പോഴും നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുക ഇത് കഴിഞ്ഞാൽ എനിക്കിതാണ്, ഇത് കഴിഞ്ഞാൽ എനിക്കിതാണ് എന്നുള്ളത് നിങ്ങളോട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങളുടെ ബ്രെയിനിൽ തന്നെ it kind of creates that positive attribution to what you're doing. So always reward yourself and gratify or satisfy yourself after you've done something. So that's the fourth law of behavioral change. So അതൊക്കെയാണ് ഈ ബുക്കിൽ പറയുന്ന മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. ഐ തിങ്ക് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഇപ്പം അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ഒരു ടേക്ക് അവേ വേണമെങ്കിൽ ഇറ്റ് ഈസ് ദാറ്റ് യു നീഡ് ടു ഇൻവെസ്റ്റ് ടൈം in like for yourself. Things are not going to happen ഒറ്റയടിക്ക് ഒരു ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തേക്കും കാര്യങ്ങൾ വ്യത്യാസം വരില്ല. ഇറ്റ് വിൽ ടേക്ക് ടൈം ആൻഡ് യു നീഡ് ടു ഇൻവെസ്റ്റ് ടൈം ഫോർ യുവർ സെൽഫ്. ഇപ്പം ചെയ്തിട്ടില്ലെങ്കിൽ എപ്പോ എന്നുള്ളൊരു ചോദ്യം എപ്പോഴും ഉണ്ട്. പക്ഷേ ദാറ്റ് ബീങ് സെഡ്, ഇഫ് യു so for instance, if you have been working out consistently for 7 days and on the 8th day you didn't feel like doing it, don't do it. Like, listen to your body, listen to what your brain needs, listen to what your body needs, and always attain to that. Like, always attend to what your body and your brain needs. പക്ഷേ after you've done that, start again. ഒരിക്കലും nothing is the end of the world. Everything can, like, even if it breaks today, you can start again tomorrow. That's the whole beauty of these smaller habits. So I think it's important to remember that you need to invest time
in yourself for bigger changes, and you need to always focus on that big picture rather than those small immediate instant changes that you might expect that might not be there. And what happens, because ഈ ചെറിയ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഈ വലിയ വലിയ ഗോൾസിൽ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നമ്മൾ പണ്ടൊരു പിക്ചർ കണ്ടിട്ടുണ്ട് നമ്മുടെ മോറൽ സ്റ്റഡീസ് ബുക്കിലൊക്കെ, ലൈക്ക് ട്രൈ എന്ന് പറഞ്ഞിട്ട്. ബിക്കോസ് നിങ്ങളിങ്ങനെ ഒരാളിങ്ങനെ കുഴി തോണ്ടി ആൾക്ക് കിട്ടില്ല, അയാൾ മടുത്തിട്ട് വിട്ടിട്ട് പോകുമ്പോഴത്തേക്കും അടുത്ത ആൾ വന്നിട്ട് ഇങ്ങനെ ഇത് ചെയ്യുമ്പോഴത്തേക്കും അവിടെ ആ ഗോൾഡ് കിടക്കണ്ടാവും. That's exactly what it is. Don't leave your effort halfway through. Always invest time in yourself. Always believe that these small changes are adding up to something big, something remarkable in the long run. And keep investing in yourself. That's the biggest thing that you can do. സോ അതാണ് ഈ വീഡിയോന്റെ അവസാനം. ഐ ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. ഇതിപ്പം ഈ ബുക്കിന്റെ എനിക്ക് പറ്റുന്ന അത്രയും കൺസൈസ് ആയിട്ട് ഞാനിത് സമറൈസ് ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ ഇഫ് യു ഡിഡ് ലൈക്ക് ദിസ് വീഡിയോ, പ്ലീസ് കൺസിഡർ സബ്സ്ക്രൈബിംഗ് ടു മൈ ചാനൽ. ആൻഡ് ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ ലൈക്ക് ചെയ്ത് കഴിയുമ്പോൾ യൂട്യൂബിന് എന്നെ തോന്നും, ഓ ഫൈൻ, ഈ വീഡിയോയിൽ എന്തോ ഉണ്ട്, വേറെ ആൾക്കാർക്ക് കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് അവരത് സജസ്റ്റ് ചെയ്യുമൊക്കെ ചെയ്യും. സോ അതുകൊണ്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് കൂടുതൽ കാണണമെങ്കിൽ ഈ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ബെൽ ഐക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്, ആൻഡ് ഓൾ ഓഫ് ദാറ്റ്. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരയ്ക്കും. ബൈ.